സോ ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് അർബൻ ഹീറ്റാണ് ഗൈസ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് കളിച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ടീം ഡെത്ത് മാച്ചാണ് കളിച്ചത്. ഇന്ന് നമ്മൾ ടീം ഡെത്ത് മാച്ച് തന്നെ കളിക്കാൻ പോകുന്നത്. നമുക്ക് പുതിയ ഗണ്ണ് മേടിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ടീം ഡെത്ത് മാച്ച് തുടങ്ങാറായി ഗൈസ്. 1 2 3 4 5 1 2 3 4 5 പേര് വെച്ചാണ് കളിക്കുന്നത്. 5 പേര് വെച്ചാണ് ഗൈസ് കളിക്കുന്നത്. പിന്നെ അപ്പം ഈ കൊല്ലുന്ന ആൾക്കാരെയാണ് മണ്ടയ്ക്ക് ആ സൈഡിൽ കാണിച്ചിരുന്നത്. അപ്പോൾ ആ കൊല്ലുന്ന ആൾക്കാർ ചാന്ന് ഇപ്പം എത്ര പേര് അപ്പുറത്തെ ടീമിൽ മരിച്ചെന്നാണോ കാണിക്കുന്നത്, അതോ എത്ര പേര് കൊന്നു എന്നാണോ എഴുതിയിരിക്കുന്നത്? അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. പിന്നെ ഈ ഗെയിമിൽ വേറെ ഗണ്ണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഗെയിം വീഡിയോ ചെയ്തതിനാകെ ഒരു തവണ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ടീം ഡെത്ത് മാച്ച് മാത്രമേ ഉള്ളൂ ഗൈസ്. അത് വേറെ ഒരു സംഭവമാണ് ഗൈസ്. ഇതിൽ ടീം ഡെത്ത് മാച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് കളിക്കാം. നമ്മൾ നേരത്തെ ഡെഡായിട്ട് അവിടെ ഇരിക്കാനുണ്ട്. നമുക്ക് ഇവിടെ പിങ്കിയുണ്ട്, നമുക്ക് പിങ്കി വെച്ചിടാം. എന്നെ പിങ്കിയെ വെടിവെച്ചിട്ട് അതാരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാന്ന് പേരിട്ട പിങ്കിന്ന്. തലമുടി പിങ്ക് കളറിലുണ്ട്. ഈ ചുമല കളറിൽ മാർക്ക് ചെയ്തേക്കുന്നവരാ ഗൈസ് നമ്മളെ എനിമീസ്. ഞാൻ കൈവച്ചടിച്ചിട്ട് ഗൈസ്. ഈ തോക്ക് വെച്ചാണ് ഇപ്പോഴൊന്നും ചാവത്തില്ല. പിന്നെ ചിലരൊക്കെ ആക്ഷൻ എടുത്തിരിക്കും ഗൈസ്. നമ്മൾ അടിച്ചിട്ട് കഴിയുമ്പം താഴെ കിടക്കുന്ന മറ്റേ സംഭവമുണ്ട്, ആ സംഭവത്തിൽ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെയും വെടി വെച്ചിട്ട് പോകും. ഈ ഗെയിമിന് 3 GB ഗൈസ്. 3 GB. അതിൻ്റെ ഒരു സംഭവം ഉണ്ട്, ഇനി കാണുന്നുണ്ട് ഗൈസ്. ഇതിന് 3 GB സംഭവം കാണുന്നുണ്ട്. ആ ഗ്രാഫിക്സ് ഒക്കെ ഇനി ഉണ്ട്. GTA 5ൻ്റെ ഒരു ഗ്രാഫിക്സ് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന്. ശരിയാ ഗൈസ്. GTA 5ൻ്റെ ആ സ്കിന്നിൻ്റെ ആ ഡീറ്റെയിലിങ്ങും ഇതിനും ആ ഡീറ്റെയിലിങ്ങും ഉണ്ട് ഗൈസ്. ഇത് ചൈന വേഴ്സസ് ഡെത്ത് മാച്ച് ഗൈസ്. ചൈന, ഇതിൻ്റെ പേര് ഡ്രാഗൺസ് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡെത്ത് മാച്ചാണ് ഗൈസ്. ഞാനിപ്പം കളിക്കുന്ന ഡ്രാഗൺസ് നെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഡയനെങ്കിൽ ഞാൻ അങ്ങോട്ടങ്ങോട്ട് മാറി എന്ന് വെച്ചാൽ അവരങ്ങോട്ട് കളിയാക്കുന്നു. ഗൈസ്, ഫസ്റ്റ് ഡെത്ത് മാച്ചിൽ തന്നെ 3 മിനിറ്റ് 3 മിനിറ്റായി. 3 മിനിറ്റ് കൊണ്ട് നമ്മളിത് തീർത്തിട്ടുണ്ട്. ഫ്രീ ഫയറും പബ്ജി ആണെങ്കിൽ അത് ബാറ്റിൽ റോയൽ ആയതുകൊണ്ടായിരിക്കും 1 മണിക്കൂറൊക്കെ എടുക്കുന്നത്. ഇത് വെറും ഞാൻ തേർഡാണ് ആദ്യം. അടുത്ത പ്രാവശ്യം ഞാൻ ഫസ്റ്റ് എടുക്കാൻ നോക്കാം ഗൈസ്. നമ്മൾ ഒരു 3 വട്ടം കളിക്കും ഗൈസ് ഈ ഗെയിമിൽ. ആദ്യത്തെ കളി നമ്മൾ കഴിഞ്ഞ് ഇനി 2 കളിയുണ്ട് ഈ ഗെയിമിൽ. പിന്നെ വേറെ എന്തെങ്കിലും കളിക്കാൻ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് കളിച്ച് യൂട്യൂബിലിരുന്ന്. എന്നുവെച്ചാൽ ഇതിൻ്റെ കുറേ ഗെയിം പ്ലേ ഒക്കെ ഉണ്ട്, എന്നാലും ഞാൻ ആദ്യമായിട്ട് ഇരുന്നതെന്ന് പറയാൻ പറ്റും. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഗെയിം പ്ലേ ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഗെയിം പ്ലേ ഇടുന്ന ഇവർ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഗൈസ്. ഗെയിം പ്ലേ കളിക്കുന്നില്ല ഗൈസ്, സ്ഥിരം കളിക്കുന്നില്ല. ഇപ്പം പബ്ജി ഫ്രീ ഫയർ പോലെ സ്ഥിരം കളിക്കുന്ന ഒരു യൂട്യൂബേഴ്സും ഇല്ല.
കാണുമായിരിക്കും, പക്ഷെ യൂട്യൂബിൽ കാണത്തില്ല. അങ്ങനെ ഒരുത്തനെ വെടിവെച്ചെടുത്തിട്ടുണ്ട്. 3 പേരെ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും കൂടി കൊല്ലുന്ന കണക്ക് മറ്റേ ഇതിൻ്റെ ഇവിടെ കാണിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ് പുറകിൽ നിന്ന് അടിച്ചിട്ട് ചീറ്റിംഗ് അല്ലേ ഗൈസ്? അത് ചീറ്റിംഗ് ആണ് ഗൈസ് അത്. ഓ ഞാൻ മുമ്പോട്ട് പോകാൻ വെച്ചിരിക്കുന്നു, പക്ഷേ എവിടെ കൂടെയോ താഴെ വീണ്. അവിടെ നിന്നാണ് ഗൈസ് വെടിവെച്ച വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് നോക്കുന്നു. ഓ എടാ കൈവച്ച് അടിച്ചിട്ടാൽ മതിയായിരുന്നു, അതാകുമ്പോൾ ഒറ്റയടിക്ക് ചാവും. എന്നാലും ആക്ഷൻ കാണിക്കും ഗൈസ്. അത് താഴെ കിടക്കുന്ന പോലെ. ഇത് പ്രോ പ്ലെയർ ആയതുകൊണ്ട് ഇവർക്ക് വേറെ മൂവ്മെൻ്റ് ഒക്കെ വരും. നമ്മളിത് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ ഗൈസ്, അതുകൊണ്ടായിരിങ്ങനെ. ഓ ഗൈസ് ഞാൻ ഇന്ന് പറയാൻ മറന്നെന്ന് എനിക്ക് തോന്നുന്നത്. അത് സാരമില്ല. ഇതിനകത്ത് ഞാനൊരു 1000 പേര് ഞാൻ ഡെഡാക്കി കാണും. നമ്മൾ ഇത് AK-47 വെച്ച് വെടിവെക്കുന്നതിനെക്കാട്ടിലും പവർ നമ്മളെ പിസ്റ്റൽ വെച്ച് വെടിവെക്കുമ്പോൾ വരുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു, നമ്മളെ പിസ്റ്റലിന് തീ പിടിക്കും ഗൈസ്. അതെന്താ എനിക്കറിഞ്ഞൂടാ, പിസ്റ്റലിന് തീ പിടിക്കും. പക്ഷെ അതെന്താ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എന്നാലും പിടിക്കും ഗൈസ്. ചിലപ്പോൾ ഒക്കെ പിസ്റ്റലിന് തീ പിടിച്ച് വീഡിയോ വെക്കുമ്പോൾ പെട്ടെന്ന് ആൾ ഡെഡാവും ഗൈസ്. യെസ് ഞാൻ വീഡിയോ വെക്കുന്നുണ്ട്. സവൻ ഇവനെ കൊണ്ടുവരണ്ട്. ഇതെന്തോ മണ്ടനാണോ? ഓ അയ്യോ ഗൈസ് ഡെഡായി. എന്നാലും നമുക്ക് റീസ്പോൺ ആവാൻ പറ്റും. ഫ്രീ ഫയറിനെക്കാട്ടിലും പാടായിട്ടുള്ള ഗെയിമാണ്. ഫ്രീ ഫയറിനെക്കാട്ടിലും നല്ല ഗെയിമാണ്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ഗെയിം എന്താ വേറെ മലയാളം പ്ലേയേഴ്സ് ഒന്നും ശ്രദ്ധിക്കാതെ വരുന്ന പബ്ജിയെക്കാട്ടിലൊരു ബെറ്റർ ഗെയിമെന്ന് വേണം ഇതിനെ പറയാൻ ഗൈസ്. ദിസ് ഗെയിം ഈസ് ബെറ്റർ ദാൻ ഫ്രീ ഫയർ ആൻഡ് പബ്ജി എന്ന് പറഞ്ഞായിട്ടായിരുന്നു പാർട്ട് 1. അതിൻ്റെ ഗെയിം പ്ലേ പാർട്ട് 1 ആയിട്ടാണ് ഇട്ടിരുന്നത്. എടാ ഇത് ഞാൻ എന്തായാലും ഇതാവും. ഞാൻ പറഞ്ഞില്ലേ ഡിഫീറ്റ് ആവും. 22 പേര് നമ്മളെ ടീമിലുള്ളായിരുന്നു. ഇവരുടെ ടീമിൽ 30 പേരുണ്ട് ഗീസ്. ഞാനാ ഗീസ് ഫസ്റ്റ് ഗീസ് ഡിഫീറ്റ് ആയത്. ഏറ്റവും വലിയ ആൾക്കാരെ കൊണ്ടുവന്നാണ് ഗീസ്. 360, സെക്കൻഡ് 284, തേർഡ് 276, ഫോർത്ത് 180, ഫിഫ്ത്ത് 128. അടുത്ത ടീമിൽ ചുമ്മാ അല്ല ഗേസ്, ഇവിടുത്തെ ടീമിൽ ഫുള്ള് തടിമാടന്മാരാണ്. അതുകൊണ്ടാണ് ഗേസ് ഇവർ ജയിച്ചത്. എന്നാലും നമുക്ക് നെക്സ്റ്റ് കളി, ഈ ഫൈനൽ കളി, ഇതിലെങ്കിലും വിക്ടറി ആവണം ഗേസ്. ഇതിൽ ഞാൻ ഇതിൽ ഞാൻ പിസ്റ്റൽ വെച്ചായിരിക്കും ഗൈസ് വെടിവെക്കാൻ പോകുന്നത്. ടീം ഡെത്ത് മാച്ച്, പിന്നെയും 5 പേര് 5 vs 5. നിങ്ങൾ എന്തായാലും ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയാം ഈ ഗെയിം ഫ്രീ ഫയറിനെക്കാട്ടിലും പബ്ജിയെക്കാട്ടിലും ബെറ്ററാണ്. യെസ് ഗൈസ്, ഈ ഗെയിമിന് ഫ്രീ ഫയറിനെ പബ്ജിയെക്കാട്ടിലും മാപ്പ് കുറവാണെങ്കിലും മാപ്പ് കുറവാണ് ഗൈസ്. ഈ ഗെയിമിൽ മാപ്പ് വലുതായിട്ടില്ല. ചിലരൊക്കെ പറയും ഈ ഗെയിമിനെ ഫ്രീ ഫയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പറ്റും ഗൈസ്. ഈ ഗെയിം ഒരു ബെസ്റ്റ് ഗെയിമാണ് ഗൈസ്. ഇതേപോലെ ഒരു ഗെയിം ഇതെന്തോ ഈ സാധനം അതെന്തോ ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് ചൈനയോ ജപ്പാനാണ് എനിക്ക് തോന്നുന്നത്. ജപ്പാനായോണ്ടാണ് ജപ്പാനിലുള്ള സാധനമൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്.
ജപ്പാൻ ഫൗണ്ട് ഗെയിമാണ്. പിന്നല്ലാതെ ജപ്പാനാണ് ഗൈസ് ബെസ്റ്റ്. എനിക്ക് ഇന്ത്യക്കാട്ടിലും ഇഷ്ടം ജപ്പാനാണ് ഗൈസ്. ഗൈസ് ഈ ഗണ്ണ് റീലോഡ് ചെയ്യാൻ സമയം എടുക്കും. അതേണ്ട വീണ്. ഈ ഗണ്ണ് റീലോഡ് ചെയ്യാൻ സമയം എടുക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ പിസ്റ്റൽ എടുക്കും. ഇപ്പോഴല്ല, ഇനി ആവശ്യം വരുമ്പോൾ. യെസ്, ഞാൻ ഇപ്പം പിസ്റ്റൽ എടുത്ത് ഗൈസ്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളിച്ചപ്പോൾ ഇനി തീ പിടിച്ചായിരുന്നു ഗൈസ്. ഈ കളിയിൽ തീ പിടിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതാ ഞാൻ കണ്ണാക്കി കയറിയിരിക്കുക. നമുക്ക് താഴെ ഇവിടെ കയറിയിരുന്നു. അവൻ അങ്ങോട്ട് ഓടിപ്പോയി. ഈ മാപ്പ് കണ്ടോ ഗൈസ്? ഫ്രീ ഫയറിനെ പബ്ജിയെ പോലെ ഡാർക്ക് അല്ലേ ഗൈസ്? ഇതുണ്ട് ഗൈസ്, ഒരു കാർട്ടൂൺ ലെവൽ പ്ലസ് ഗെയിം പ്ലേ പ്ലസ് ബെറ്റർ ദാൻ ഫ്രീ ഫയർ ആൻഡ് പബ്ജി. അങ്ങനെ നമുക്ക് വേടി വെച്ചിടാം ഗൈസ്. ഞാൻ ഇവരെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ നിൽക്കാം. നേരത്തെ ഗൈസ് മോനെ ഇങ്ങനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഗൈസ് കാണണേ. ഇത്രയും വലിയ സെറ്റപ്പോ? ഇത്രയും വലിയ സെറ്റപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രാഗൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നി ഈ ഗെയിം ജപ്പാൻ ബിൽഡാണോ അതോ ഇത് ജപ്പാൻ്റെ സ്ഥലത്തെ കാണിക്കുന്ന വെറും ഡ്രാഗൺസ് നെസ്റ്റ് എന്നുള്ള വെറും പേര് മാത്രമേ ഉള്ളൂന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതിപ്പം ഗെയിം തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് കുറേ നേരം കൊണ്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ ചാടിയിട്ട് ശരിക്കുള്ള ജീവിതത്തിൽ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഡാവും ഗൈസ്. ഇങ്ങനെ വിജയിച്ചതാ. നമ്മളെ ടീം ജയിക്കണം ഗൈസ്. നമ്മളെ ടീം 4 പേര് കൂടുതലില്ല ഗൈസ്. നമ്മൾ പറ്റുന്ന അത്രയും ഇതാക്കണം ഗൈസ്. എന്താക്കണമെന്നറിയാമോ? നമ്മളെ ഗൈസ് ഡെഡായി ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ കളിച്ച് നോക്കാം ഗൈസ്. ഇപ്പം തന്നെ ഗെയിം തീരാനുള്ള സമയമായി. ഗെയിം 3 മിനിറ്റേ ഉള്ളൂ. ഇപ്പം 4 മിനിറ്റ് അങ്ങാണ്ടായെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതാണ് നമ്മളെ ഫൈനൽ ഗെയിം പ്ലേ ഗൈസ്. ഒരു 3 മിനിറ്റൊക്കെ കാണത്തുള്ളൂ ഈ ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ. നമ്മളെ പബ്ജിയൊക്കെ അരമണിക്കൂർ കാണും. ഇത് പിന്നെ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല ഗൈസ്. വേറെ നമ്മളെ മലയാളീസ് ഒന്നും അധികം ഇത് ഫ്രീ ഫയറും പബ്ജി. യെസ് ഗൈസ്, നമ്മളങ്ങനെ വിക്ടറി ആയതുകൊണ്ട് ഫ്രീ ഫയറും പബ്ജി പോലെ ആരും ഈ ഗെയിമൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വിക്ടറി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ടീമിൽ 4 പേര് അല്ല 7, 8, 9, 10 അല്ല 5, 6, 7, 8, 9. ഞാൻ സെക്കൻഡ് ഗൈസ് വന്നപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടീം തോറ്റി ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.